ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ നല്ല ഫേമസ് ആയിരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക്. എനിക്കറിയാം ഞാനിത് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയി എന്നുള്ളത്, എന്നാലും ഞാൻ വിചാരിച്ച വീഡിയോ ഇട്ടേക്കാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കേക്ക് ഉണ്ടാക്കാനും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കിറ്റായിട്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയുള്ളതെന്ന് ആദ്യം നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് mulberrystore.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, മൾബറി കേക്ക് ഡെക്കറേറ്റിംഗ് കിറ്റ് എന്നാണ് ആ പേജിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ സിലിക്കൺ കപ്സ് ആണുള്ളത്. നമ്മുടെ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള സിലിക്കൺ കപ്സ് ഉണ്ട്, അത് കുറച്ച് അധികം എണ്ണം ഉണ്ട്. ഇനി അടുത്തത് കുറച്ച് പൈപ്പിംഗ് ബാഗ്സ് ആണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ്സ്. അത് 30 എണ്ണം ഉണ്ടേനു. പിന്നെ ഒരു ടേൺ ടേബിൾ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉറച്ച് നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തിരിക്കുമല്ലോ, അപ്പോഴൊന്നും അത് ഇളകി പോകുന്നില്ല. കാരണം അതിൻ്റെ സൈഡിലൊക്കെ താഴ്ഭാഗത്തെ സൈഡിലൊക്കെ ഒരു റബ്ബറിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് കാരണം എവിടെ വെച്ചാലും നല്ലോണം ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഇളകി പോകുന്നില്ല. പിന്നെ ഒരു കേക്ക് ലെവലർ ഉണ്ട്. നമുക്ക് ഏത് ഹൈറ്റിലാണോ കേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ലെവൽ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇങ്ങനൊരു പൗച്ചാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു റൈറ്റിംഗ് പെന്നാണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വരക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തും വരയ്ക്കാനും എഴുതാനൊക്കെ ഇതുകൊണ്ട് പറ്റും. ഇനി അടുത്തത് 3 സ്ക്രേപ്പേഴ്സ് ആണ്, കേക്കിൻ്റെ സൈഡൊക്കെ സ്ക്രേപ്പ് ചെയ്ത് വൃത്തിയാക്കാനുള്ളത്. ഇത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ്. അത് 2 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും പിന്നെ ഒരെണ്ണം ചെറുതുമാണല്ലേ. പിന്നെ ഇതിൽ 3 കപ്ലേഴ്സ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് സൈസിലാണ് കേട്ടോ ഇതുള്ളത്. നമുക്കിപ്പം കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പം നോസിൽസ് ഒക്കെ മാറ്റി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അങ്ങനത്തെ 3 എണ്ണമാണ് ഈ സെറ്റിൽ നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ ടിപ്സൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു ക്ലീനിങ് ബ്രഷ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഫ്ലവർ നെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മൾബറി സ്റ്റോറിൽ നിന്ന് പ്രോ കിറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഇതിലുള്ളത്. ഇത് നമ്മൾ ഫ്ലവർ ആക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് വെക്കാനുള്ളൊരു സീസറാണ്. പിന്നെ ഒരുപാട് നോസിൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു കിറ്റിൽ. ഇതിപ്പം വലിയ നോസിൽസ് ആണ്, ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ 54 നോസിൽസ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. നമുക്കിപ്പം ഒരു പ്രൊഫഷണലായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കിറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് ഞാനിപ്പോൾ പ്രോ കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പ്രോ കിറ്റിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 1399 രൂപയാണ് വരുന്നത്. 30% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കിറ്റിൽ ഏതൊക്കെ നോസിൽസ് ആണ് ഉള്ളത്, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പം എന്ത് ഡിസൈനാണ് വരിക എന്നൊക്കെ ഈ ഒരു പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ 2 സ്പാച്ചുലയും വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ തന്നെ ലൈറ്റ് കിറ്റും അവൈലബിൾ ആണ്. ലൈറ്റ് കിറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ടേൺ ടേബിൾ ഉണ്ടാവും, പിന്നെ 2 സ്പാച്ചുല ഉണ്ടാവും, പൈപ്പിംഗ് ബാഗ്സ് ഉണ്ടാവും, 12 നോസിൽസ് ഉണ്ടാവും. അതിൻ്റെ പ്രൈസ് വരുന്നത് 549 രൂപയാണ്. ഇപ്പോൾ ഇവരുടെ പേജിൽ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 30% ഓഫ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോ കിറ്റ് 1399 രൂപക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ പേജോ വെബ്സൈറ്റോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, പിന്നെ ഫ്രീ ഷിപ്പിങ്ങും ആണ്. അപ്പം മിസ്സാക്കണ്ട, വേഗം തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് 4 മുട്ടയാണ് ഇപ്പം പൊട്ടിച്ചു വയ്ക്കുന്നത്. ആദ്യം നമ്മൾ കേക്കിൻ്റെ ബേസ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ള. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ എന്താ പറയുക കുത്തുന്ന ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാവും. ഇനി നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു പെയിൽ കളറായിട്ട് വരണം. നല്ലോണം ഇങ്ങനെ ബീറ്റായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മളിട്ടിട്ടുള്ള മുട്ടൻ്റെ ഡബിളല്ല, അതിനേക്കാളും കൂടുതലായിട്ട് ഇത് പൊങ്ങിയിട്ട് വരും. അപ്പോൾ അത്രയും നേരം ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു കളറായിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം.
ഇനി നമുക്ക് മൈദ വേണം. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ മൈദ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് 1 കപ്പ് മെഷർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തേണ്. ഇങ്ങനെ അരിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈദയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ മൈദ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സാക്കി കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം. ബീറ്റർ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് മാത്രമേ ഇത് മിക്സാക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ കേക്ക് നല്ല പോലെ ഹാർഡായിട്ട് പോകും. പിന്നെ നമ്മൾ വിചാരിച്ചത്ര പൊങ്ങി വരില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പം എല്ലാ മൈദയും ഇതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തേണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതിങ്ങനെ ബബിൾസ് വരും. ആ സമയത്ത് ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പാത്രത്തിലാണ് കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത്. ഞാൻ ഇത്രയും വലിയൊരു പാത്രം എടുത്തത് എന്തിനാന്ന് വെച്ചാൽ മൊത്തത്തിൽ 5 കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, ചെറിയ കേക്കാണ് ഉണ്ടാവുക. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള കേക്കേ ഉണ്ടാവുള്ളൂ. അപ്പം കുഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് 5 കേക്ക് 5ൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ബാറ്റർ വെച്ചിട്ട്. അപ്പം അത് മുഴുവനും ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചേനെ. ഇനി ഇതുപോലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാൻ. ഫ്ലെയിം ഏറ്റവും സിമ്മിലിടുക. എന്നിട്ടൊരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായിട്ട് വരും. ഇതാണ് നമ്മൾ ലഞ്ച് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കേക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇത്രയും കുഞ്ഞ് കേക്കാണ് ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റും പിന്നെ എല്ലാ മെഷർമെൻറ്റും ഒന്ന് എടുക്കുകയാണ്. കാരണം കേക്ക് ആ സൈസിലും കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആവില്ലല്ലോ, നമുക്ക് അടയ്ക്കാനും പ്രയാസമാവും. അപ്പം മെഷർമെൻറ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ കേക്ക് റെഡിയാക്കാൻ തുടങ്ങുക. പിന്നെ ഈ ഒരു ബോക്സ് നമുക്ക് കേക്ക് ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാക്കിംഗ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമല്ലോ, ആ ഷോപ്സിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് നല്ല ഫേമസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ട്രോപ്പോലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യണേ. കമ്പാരിറ്റീവ്ലി വില കുറവാണ് കേട്ടോ. റിറ്റ്സിനൊക്കെ വെച്ച് നോക്കുമ്പം വില കുറവാണ്. എന്നാൽ ടേസ്റ്റിൽ വലിയൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളൊരു ക്രീമാണ്. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസും പിന്നെ ഷുഗർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ ഞാൻ 1/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ക്രീം ബീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഏകദേശം ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കി. അപ്പോൾ നല്ലോണം കുക്കായി വന്നതാണ്. ഇനി അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാണ്. കേക്ക് ബേക്കായി കഴിഞ്ഞതിന് ശേഷം അത് അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ച് കൊടുത്തേന്. അതാണ് അളവായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. ഇത്രയും വട്ടത്തിലുള്ള കേക്ക് ആ ഒരു ബോക്സിൻ്റെ അകത്ത് കൊള്ളുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുക തന്നെ വേണം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു മോൾഡോ അല്ലെങ്കിൽ ഇങ്ങനെ കുക്കി കട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 5 പീസാണ് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. 5 മുറിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടേനി കേട്ടോ കേക്ക്, ഒരുപാട് ബാക്കിയുണ്ടേനി. ഇപ്പം നിങ്ങൾ കേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ള കേക്കിനെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒറ്റൊരു കേക്ക് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് ശരിക്കും ഒരു 6-7 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേനു. 7 അല്ല, ഒരു 8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്തായാലും. അപ്പം പിന്നെ അത് ക്രീം ചെയ്യുന്നൊരു പണിയേ നമുക്കുള്ളൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ബാക്കിയുള്ള കേക്കൊക്കെ ചെയ്യുമ്പം സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കണ്ടേ. ഇതിന് ആ ഒരു പ്രശ്നമില്ല.
ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കേക്ക് ബോർഡാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറയില്ല, നല്ലോണം അവിടെ ഉറച്ച് നിൽക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നേ ഇല്ല. ഇനി ഇതുവരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. ഇതിന് ആ ഒരു പ്രശ്നമേ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു പീസ് കേക്ക് ഉണ്ടല്ലോ, അതെടുത്ത് 3 ലെയറാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. കേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ എടുത്തേണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലേവറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാക്കി കൊടുക്കാം. ഞാൻ ജസ്റ്റ് നട്ട്സ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. അതിനുശേഷം അത് വെറ്റാക്കിയതിന് ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം ആക്കുക. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ കേക്ക് വെക്കുക, വെറ്റാക്കുക, വിപ്പിംഗ് ക്രീം ആക്കുക. ഇതേപോലെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. അവസാനത്തെ ലെയറും വെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ ഒരു കേക്ക് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ശരിക്കും ഒരു ക്രം കോട്ട് പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബ്ലൂബെറിൻ്റെ ആ ഒരു തീമിലാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽക്ക് ബ്ലൂബെറിൻ്റെ എസൻസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് വയലറ്റ് കളർ വെച്ചിട്ടാണ് ഞാൻ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഇത് കുഞ്ഞ് കേക്ക് ആയതുകൊണ്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, നല്ല ഈസി ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഈ സെയിം ക്രീമിൽ തന്നെ കുറച്ചും കൂടെ ബ്ലൂബെറിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി വേറെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളറും ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കിട്ടിയ ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഡിസൈനും ചെയ്യാൻ കിട്ടണില്ലെങ്കിൽ ഇന്നെപ്പോലെ ഗൂഗിളിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇത് ഒരു ഫ്ലവർ പോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഈ സ്റ്റെമ്മായിട്ടാണ് ഗ്രീൻ കളർ വരച്ചു കൊടുക്കുന്നത്. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു നോസിലിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഫ്ലവർ ആയിട്ട് നമ്മൾ നേരത്തെ ബ്ലൂബെറിൻ്റെ ആ ഒരു എസൻസ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇങ്ങനെ കുത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അധികം നോസിൽസ് ഒന്നും ആവശ്യമില്ല, തീരെ നോസിൽസ് നമുക്ക് ഇതിക്ക് വേണ്ട. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പോണത്. ഒരു സ്പാച്ചില വെച്ചിട്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതി, അപ്പോൾ താഴത്തേക്ക് വീകൊന്നുമില്ല. ഇനി നമുക്കത് ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. പിന്നെ അടുത്തതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്ക് വെറ്റാക്കി ഉള്ളിലെ നട്ട്സും വിപ്പിംഗ് ക്രീമും ഒക്കെ വെച്ചിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീമിൽക്ക് ഇത്തിരി ഗ്രീൻ ഫുഡ് കളർ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതാ കേക്കിൻ്റെ ചുറ്റിലും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് ആദ്യം മുതലേ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂബെറിൻ്റെത് മാത്രം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ബാക്കിയെല്ലാം വെറും ഡെക്കറേഷൻ മാത്രം കാണിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ഫ്ലവർ പോലെയാണ് കേട്ടോ വരയ്ക്കണേ. അതായത് നേരത്തെ ബ്ലൂബെറിൻ്റെ അതാക്കിയിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആ ബ്ലൂബെറിൻ്റെ മൊത്തം ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത്, അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റും വയലറ്റും കൂടെ കൂടിയിട്ടുള്ളൊരു കളറാണ് ഈ കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടേനി. അത് വെച്ചിട്ട് വലിയ ഫ്ലവറും പിന്നെ ചെറിയ ഫ്ലവറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്താ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നേരിട്ട് ആ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഞാൻ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഒന്ന് നീറ്റായിട്ട് ഇരുന്നോട്ടേ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി ഇതാ കണ്ടില്ലേ, നമുക്ക് ഈ ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും ചെറുതാണ് നമ്മുടെ കേക്ക്. ഇനി അടുത്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഇത്തിരി റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ജെൽ കളേഴ്സ് ആണ് കേട്ടോ ഞാൻ ചേർക്കണേ. ഇനി ഇതാ കേക്ക് ആ ഒരു കളർ വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ മേലെ ഞാനൊരു ചെറി ഡിസൈൻ പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ റെഡ് ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലൊരു റെഡാക്കി എടുത്തേണ്. അത് വെച്ചിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് വലിയ ഡോട്ട്സ്. പിന്നെ ഇടയിൽ ഒരു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഡെക്കറേഷനും ഒരു നോസിൽ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വെറും പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗ്രീൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആ ചെറിൻ്റെ തണ്ട് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് എടുത്ത് ഒരു ബട്ടർ പേപ്പർക്ക് വെച്ച് കൊടുത്താണ്. അതിനുശേഷം ലഞ്ച് ബോക്സ് ആക്കിയിട്ട് വെക്കുകയാണ്. ഇനി ഇത് സ്റ്റോർ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ ഒരു ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലായിട്ട് നമുക്ക് വേറെയും ലഞ്ച് ബോക്സസ് കൊണ്ടുവന്ന് വെക്കാം. സാധാരണ നമ്മൾ കേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ മേലെ എന്തെങ്കിലും ആവുമോ എന്നുള്ളത്. ഇത് ലഞ്ച് ബോക്സിലായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഇനി അടുത്തത് ഞാനൊരു ലൈറ്റ് ബ്ലൂ കളറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് വരയ്ക്കാണ് കേട്ടോ. റെഡ് കളർ വെച്ചിട്ട്, റെഡ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതേപോലെ ഹാർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതും പാലറ്റ് നൈഫ് വെച്ച് എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർക്ക് വെച്ച് കൊടുത്തതിന് എന്നിട്ട് നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ മാറ്റാണ്. ഞാനിപ്പോൾ 4 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇനിയും കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് പോകും. ആകെ 4 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4 കേക്കാണ് ഇപ്പം റെഡിയാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓരോ ഫ്ലേവറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഒരു സെയിം ഫ്ലേവറിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലൂബെറിൻ്റെ മാത്രമേ കുറച്ചൊരു വ്യത്യാസമുള്ളൂ. ഇനി ബാക്കിയൊക്കെ സെയിം ഫ്ലേവറാണ്. കളർ മാറിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാനായിട്ട്. ഇതാ ഈ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഉണ്ടാവും കഴിക്കാൻ എന്നുള്ളത്. കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഒരാൾക്ക് കഴിക്കാനുള്ള കേക്ക് മാത്രമേ ഒരു ലഞ്ച് ബോക്സിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസും റെഡിയാക്കിയിട്ട് എടുക്കാം. മീൻസ് നിങ്ങൾ എത്രയാണോ സാധനങ്ങൾ യൂസ് ചെയ്തത് അതൊക്കെ വെച്ചിട്ട് ഒരു പ്രൈസ് ഇട്ട് സെയിൽ ചെയ്യാവുന്നതാണ്. നല്ലൊരു ബിസിനസ് ആവും ഇത്, ഈ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് സെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ട്രൈ ചെയ്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. മിസ്സസ് മലബാർ തന്നെയാണ് ഇൻസ്റ്റ ID. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ മൾബറി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ കിറ്റിൻ്റെ കാര്യം മറക്കണ്ട. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.